ഇന്ന് ലോക തണ്ണീർത്തട ദിനമാണ്. ഇറാനിലെ റാംസറിൽ 1971 നടന്ന യുനെസ്കോ തണ്ണീർത്തട ഉച്ചകോടിയുടെ ഓർമ്മ പുതുക്കലാണ് ഇത്. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നതാണ് ഇക്കൊല്ലത്തെ പ്രമേയം. പ്രകൃതിയുടെ വൃക്കകളെന്നാണ് തണ്ണീർത്തടങ്ങളെ വിശേഷിപ്പിക്കുന്നത്. തണ്ണീർത്തടങ്ങൾ മലിനജലം ശുദ്ധീകരിച്ച് ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നു. ഭൂഗർഭജലത്തിന്റെ അളവ് താഴാതെ നിലനിർത്തുന്നതിലും തണ്ണീർത്തടങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. വെള്ളപ്പൊക്കം ലഘൂകരിക്കുന്നതിനും തണ്ണീർത്തടങ്ങൾ ആവശ്യമാണ്. ലോകത്തെ കരപ്രദേശത്തിന്റെ 6% മാത്രമാണ് തണ്ണീർത്തടങ്ങളുള്ളത്. എന്നാൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ 40%വും ഈ തണ്ണീർത്തടങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വനങ്ങൾ അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ 3 മടങ്ങ് വേഗത്തിലാണ് തണ്ണീർത്തടങ്ങൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. 1970 മുതൽ ലോകത്തെ 35% തണ്ണീർത്തടങ്ങളും നികത്തപ്പെട്ടു. തണ്ണീർത്തടങ്ങളുടെ നികത്തൽ ലോകത്തിന് ഭീഷണിയായി മാറിയപ്പോഴാണ് 171 രാജ്യങ്ങളെ പങ്കെടുപ്പിച്ച് ഇറാനിലെ റാംസറിൽ 1971 ഫെബ്രുവരി 2 യുനെസ്കോ തണ്ണീർത്തട സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത്. റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട ലോകത്തെ 2471 തണ്ണീർത്തടങ്ങളിൽ 75 ഇന്ത്യയിലാണ്. 6 മീറ്ററിലധികം ആഴമില്ലാത്ത ജലാശയങ്ങളും ഇതിൽ ഉൾപ്പെടും. കേരളത്തിൽ നിന്നും അഷ്ടമുടിക്കായലും ശാസ്താംകോട്ടക്കായലും വേമ്പനാട്ടുകായലുമാണ് റാംസർ പട്ടികയിലുള്ളത്. റിസർച്ച് ഡെസ്ക് 24.